നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സിനിമാ ചരിത്രം പേറുന്ന നാൽപ്പാലത്തെ സിനിമാ ടൂറിസം സങ്കേതങ്ങളുടെ ഭാഗമാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മുപ്പാലം പുനർനിർമ്മിച്ച് നാൽപ്പാലമാക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിലുള്ള മണ്ഡലമായി അമ്പലപ്പുഴ മണ്ഡലം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ മണ്ഡലത്തിലും സർക്കാർ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. ചെട്ടികുളങ്ങര പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആലപ്പുഴ വണ്ടാനം TD മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. സിനിമാ ചരിത്രം പേറുന്ന നാൽപ്പാലത്തെ സിനിമാ ടൂറിസം സങ്കേതങ്ങളുടെ ഭാഗമാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ മുപ്പാലം പുനർനിർമ്മിച്ച് നാൽപ്പാലമാക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ ഒരു ആശയം മുന്നോട്ട് വെച്ച് നിൽക്കുന്ന ഘട്ടമാണ്. ഇതിന്റെ ഭാഗമായി സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസ് തിരക്കഥ എഴുതിയ നമ്മുടെയൊക്കെ മനസ്സിൽ മായാത്ത സിനിമയായ കിരീടം, മോഹൻലാലിന്റെ സേതുമാധവൻ എന്ന കഥാപാത്രവും അച്ഛൻ തിലകന്റെ കഥാപാത്രവും ഒക്കെ അടങ്ങിയ കിരീടം, ആ കിരീടം സിനിമയിലെ നിരവധി രംഗങ്ങൾ, ഗാനം ഉൾപ്പെടെ നിരവധി രംഗങ്ങൾ, വളരെ സൂപ്പർഹിറ്റായ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനം ഉൾപ്പെടെയുള്ള നിരവധി ഭാഗങ്ങൾ ചിത്രീകരിച്ച കിരീടം പാലം, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കിരീടം പാലം ഏറ്റെടുത്ത് അത് സിനിമാ ടൂറിസത്തിന്റെ ആദ്യ വേദിയാക്കി മാറ്റിയതാണ്. അതുപോലെ നമുക്ക് ഭാവിയിൽ മുപ്പാലവും സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ ചിത്രീകരിച്ച സിനിമകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി എങ്ങനെ ആവിഷ്കരിക്കാം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അന്യഭാഷാ ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ചരിത്രം പേറുന്ന മുപ്പാലം പുനർനിർമ്മാണം നടത്തി നാൽപ്പാലമാക്കി മാറ്റുമ്പോൾ ഇവിടെ ചിത്രീകരിച്ച സിനിമകളുടെ ചരിത്രം കൂടി ഉൾപ്പെടുത്തി പുതിയൊരു പദ്ധതി ടൂറിസം വകുപ്പ് പരിഗണിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുനർനിർമ്മിച്ച മുപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്ത് ആവിഷ്കരിച്ച കിരീടം പാലത്തിന്റെ തുടർച്ചയായുള്ള ഒരു പദ്ധതിയാണ് ആലപ്പുഴയ്ക്കും പരിഗണിക്കുക. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന സിനിമാ ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഷാറൂഖ് ഖാൻ അഭിനയിച്ച ദിൽസെ, ഫാസിലിന്റെ ചലച്ചിത്രങ്ങൾ, സത്യൻ, പ്രേം നസീർ തുടങ്ങി നിരവധി താര സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായ മുപ്പാലത്തെ മന്ത്രി പ്രത്യേകം പ്രസംഗത്തിൽ പരാമർശിക്കുകയായിരുന്നു. ആലപ്പുഴ കേരള ടൂറിസത്തിന്റെ അവിഭാജ്യമായ ഒരു ഡെസ്റ്റിനേഷനാണ്. കേരളത്തിലെ ടൂറിസം മേഖലയിൽ ആകെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടിപ്പോൾ. റെക്കോർഡ് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിലുള്ള മണ്ഡലമായി അമ്പലപ്പുഴ മണ്ഡലം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം യോഗത്തിൽ അധ്യക്ഷനായി. BM&BCയിൽ നിർമ്മിച്ച റോഡുകൾ ഒരു 5-8 വർഷത്തേക്ക് ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 50% റോഡുകളും BM&BC റോഡുകളാക്കി മാറ്റണമെന്നാണ് സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടി 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ
നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം CMT എന്ന സംവിധാനത്തിന് രൂപം കൊടുത്തു. മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിലുള്ള മണ്ഡലമായി അമ്പലപ്പുഴ മണ്ഡലം മാറിയെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ 33.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 32 ഗ്രാമീണ റോഡുകളും 14 നഗര റോഡുകളും ഉൾപ്പെടെ 46 റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ 50% റോഡുകളും BM&BC നിലവാരത്തിൽ നിർമ്മിക്കണമെന്നതായിരുന്നു ലക്ഷ്യം. സർക്കാർ 4 വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ 60% റോഡുകളും ഈ നിലവാരത്തിലേക്ക് ഉയർത്തി. രാജ്യത്തെ റോഡ് നിർമ്മാണ രീതികളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന BM&BC രീതി കാലങ്ങളോളം നിലനിൽക്കുന്നതാണ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് നൂതന സാങ്കേതിക വിദ്യകളാണ് നിലവിൽ ഉപയോഗിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. H. സലാം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ഹാരിസ്, PG സൈറസ്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V. അനിത, G. വേണുലാൽ, പഞ്ചായത്ത് അംഗം C. ശ്രീകുമാർ, പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൗരി കാർത്തിക, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ A. ഓമനക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഓരോ മണ്ഡലത്തിലും സർക്കാർ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി U. പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. ചെട്ടികുളങ്ങര പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയാണെന്നും ഓരോ മണ്ഡലത്തിലും സർക്കാർ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്നും U. പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നാൽ ചേർത്തുപിടിക്കലാണ്. കേരളത്തിലെ 1/2 കോടിയിലധികം ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടിപ്പോൾ. സാധാരണക്കാരെ വിവിധ ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്യുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. കോടി വലിയ തുകയാ. അത് പാവപ്പെട്ട ഒരു അച്ഛന്റെ കയ്യിൽ കിട്ടുമ്പോൾ 1600 രൂപ വെച്ച് 68 ലക്ഷം മനുഷ്യരാണ് അത് വാങ്ങുന്നത്. കേരളത്തിൽ 3.5 കോടി ജനത്തോളേ ഉള്ളൂ അല്ലേ? ആ 3.5 കോടി ജനങ്ങളിൽ 68 ലക്ഷം പേര് പെൻഷൻ വാങ്ങുകയാണെന്ന് പറയുമ്പോൾ ചെറിയ കണക്കല്ല. 1/2 കോടിയുടെ മുകളിൽ ജനങ്ങള് ഈ ഗവൺമെന്റിന്റെ ഈ പണത്തെ ആശ്രയിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള. അത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സർക്കാർ സംവിധാനം ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന, കോടിക്കണക്കിന് രൂപ മാസം ശമ്പളമായി കൊടുക്കുന്ന ഒരു നാട് ഏതാന്ന് ചോദിച്ചാൽ ഈ കൊച്ചു കേരളമാണ്. വലിയ ശമ്പളമാണ്. ഒപ്പം പെൻഷനേഴ്സ്, ആരുടെയും പെൻഷനിലൊന്നും ഒരു വെട്ടിക്കുറവും വരുത്താൻ പറ്റില്ല. പെൻഷൻ സർക്കാർ ജീവനക്കാർ പെൻഷനായാൽ അവരുടെ പെൻഷൻ കൃത്യമായിട്ട് ഇപ്പൊ കോൺട്രിബ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുധാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് വികസന രേഖ പ്രകാശനം ചെയ്തു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷായൻ തയ്യൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി NS സിന്ധു സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ S. ശ്രീജിത്ത് വികസന രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ പഞ്ചായത്തിനെ അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സന്തോഷ്, G. ആതിര, മഞ്ജുള ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K. പ്രദീപ്, ഉമാ താരനാഥ്, R. അജയൻ, സുമാകൃഷ്ണൻ, K. വാസുദേവൻ, ശ്രീദേവി, B. സന്തോഷ് കുമാർ, രോഹിതം പിള്ള, അച്ചാമ ജോണി, സുമ അജയൻ, രമാദേവി, ഗീത വിജയൻ, J. അമൃത, S. സുഭാഷ്, സുമ ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ സലൂജ, ജൂനിയർ സൂപ്രണ്ട് KS അപ്പു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ വണ്ടാനം TD മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ വാരാചരണ പരിപാടി നടത്തി. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോക മാനസികാരോഗ്യ വാരാചരണം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ദുരന്താനന്തര മാനസികാരോഗ്യത്തിൽ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകണമെന്ന് H. സലാം പറഞ്ഞു. നമുക്ക് ഏതൊരു പുതിയ രോഗം വന്നാൽ പോലും നമുക്ക് പതറിപ്പോകാതെ നമുക്ക് നേരിടാൻ കഴിയുന്നൊരു നില കേരളത്തിനുള്ളത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായ ഒരു വിജയമാണ്. അതിലെ ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള സംവിധാനങ്ങൾ കൂടി ചേർത്താണ് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ അതിനേക്ക് അതിജീവിക്കാൻ പരിശ്രമിക്കുന്നത്.
അത് ജനങ്ങൾക്കും അത്രയും ഒരു നല്ല അവയർനെസ് തീർച്ചയായിട്ടും ഹെൽത്തിന്റെ കാര്യത്തിൽ മിക്കവാറും ഉണ്ട്. അത് നമ്മളൊരു പൊതുവെ ഇപ്പോൾ വാക്സിനേഷൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു 90% ഇപ്പോൾ മിക്കവാറും ജനങ്ങൾ അതനുസരിക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ഒരു പ്രതിരോധ രംഗത്തുള്ള പ്രവർത്തനം നമ്മൾ മുന്നോട്ട് വെച്ചാലും പുതിയ ഒരു രോഗം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു തയ്യാറെടുപ്പിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി പി സുമേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് ലിസി ജോർജ്, ഡോക്ടർ ഷാലിമ കൈരളി, നാസർ അമ്പലപ്പുഴ എന്നിവർ സംസാരിച്ചു. ദുരന്തകാലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കൽ എന്ന വിഷയത്തിൽ നടത്തിയ പാനൽ ചർച്ചയിൽ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗംഗാജി കൈമൾ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷ ജേക്കബ്, സിഡാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് സി ചന്തു എന്നിവർ പാനലിസ്റ്റുകളായി. സൈക്കാട്രി വിഭാഗം മേധാവി ഡോക്ടർ കെ വിധുകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക വിതരണം ചെയ്യുക, മടവീഴ്ചയുണ്ടായ പാടശേഖരങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക വിതരണം ചെയ്യുക, അരൂർ മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പൊതു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക, മടവീഴ്ചയുണ്ടായ പാടശേഖരങ്ങളിലെ നഷ്ടപരിഹാരം ഉടൻ നൽകുക, നെല്ല് സംഭരണത്തിലെ മില്ലുകളുടെ കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ കെ സജീവൻ ധർണയിൽ അധ്യക്ഷനായി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്, കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രാമചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി MR സജീവ്, B ശ്രീജിത്ത്, N മോഹൻദാസ്, നാരായണദാസ്, ഡോക്ടർ മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷൻ അങ്കണത്തിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഉത്സവ ഭത്ത പുനഃസ്ഥാപിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം HS സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി, യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ, യൂണിറ്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം G തങ്കമണി എന്നിവർ സംസാരിച്ചു. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 21 മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചേർത്തല KE കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ഡ്രോയിംഗ് മത്സരം സംഘടിപ്പിച്ചു. 3 വേദികളിലായി നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1000 മത്സരാർത്ഥികൾ മാറ്റുരച്ചു. PP ചിത്തരഞ്ജൻ MLA മത്സര പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ചേർത്തല KE കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ഡ്രോയിംഗ് ആൻഡ് കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടത്തിയ മത്സരത്തിൽ 1000 കുരുന്നുകൾ മാറ്റുരച്ചു. മേലുവള്ളി, ശക്തി, റോയൽ എന്നീ ഓഡിറ്റോറിയങ്ങളാണ് മത്സരത്തിന് വേദിയായത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തി. പഠന മികവുകൾക്കൊപ്പം കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് തീർത്തും മാതൃകാപരമായ ഇടപെടലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി. അധ്യാപകരും അവിടെ എത്തിയിരുന്നു. നമ്മുടെ ഒരു പ്രിയപ്പെട്ട അധ്യാപക നമ്മുടെ ഉണ്ട്, അവരടക്കമാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഈ സ്കൂളിൻ്റെ കൂടുതൽ മഹത്വത്തിലേക്ക് സ്കൂൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളിൽ ഒളിഞ്ഞടക്കുന്ന കലാവാസനയെ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രരചന മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ ഒരു 10-12 വയസ്സായപ്പോൾ അവർ വേറെ വിധത്തിലേക്ക് വഴിമാറി ചിന്തിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, R വിനീത,
സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാംജി വടക്കേടം CMI, സ്കൂൾ മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ CMI, ബർസാർ സനു വലിയ വീട് CMI, മീഡിയ പേഴ്സൺ സന്തോഷ് ഷൺമുഖൻ, കോർഡിനേറ്റേഴ്സായ രൂപ അനീഷ്, സബിത രാജു, MK ജേക്കബ്, PTA പ്രസിഡന്റ് PP അഭിലാഷ്, സെക്രട്ടറി റോക്കി തോട്ടുങ്കൽ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലുകളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മത്സരഫലം ഒക്ടോബർ 31-ന് സ്കൂൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഒന്നാം സമ്മാനം 5000 രൂപയും, രണ്ടാം സമ്മാനം 3000 രൂപയും, മൂന്നാം സമ്മാനം 2000 രൂപയും 15 കുട്ടികൾക്ക് പ്രത്യേക പാരിതോഷികമായി 500 രൂപയും നൽകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഡിസംബർ 5-നാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിനിമാ ചരിത്രം പേറുന്ന നാൽപ്പാലത്തെ സിനിമാ ടൂറിസം സങ്കേതങ്ങളുടെ ഭാഗമാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുപ്പാലം പുനർനിർമ്മിച്ച് നാൽപ്പാലമാക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിലുള്ള മണ്ഡലമായി അമ്പലപ്പുഴ മണ്ഡലം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ മണ്ഡലത്തിലും സർക്കാർ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. ചെട്ടികുളങ്ങര പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആലപ്പുഴ വണ്ടാനം TD മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.